നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ അച്ഛനും മകനും ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജു സി തങ്കച്ചന്റെ നേതൃത്വത്തിലാണ് ഫോറൻസിക് സംഘം സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമുണ്ടായത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ 2 സംഭവങ്ങളിലായി പിതാവും മകനും ഉൾപ്പെടെ 3 പേർ ഷോക്കേറ്റ് മരിച്ച സംഭവം നാടിന്റെ നൊമ്പരമായി മാറി. ഒടമല പടിഞ്ഞാറേക്കുളമ്പിൽ വട്ടപ്പറമ്പിൽ ഉണ്ണീന്റെ മകൻ കുഞ്ഞു മുഹമ്മദാണ് മരണപ്പെട്ടത്. അടുത്ത വീട്ടിലെ പ്ലാവിൽ നിന്നും ചക്കയിടുന്നതിനിടെ ഇരുമ്പ് തൊട്ടി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് കുഞ്ഞു മുഹമ്മദ് മരണപ്പെട്ടത്. ആലിപ്പറമ്പ് പാറക്കണ്ണി കാവുണ്ടത്ത് മുഹമ്മദ് അഷ്റഫ്, മകൻ അമീൻ മുഹമ്മദ് എന്നിവർ വയലിൽ പന്നിശല്യം തടയാൻ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് മരിച്ചത്. ഇരുവരുടെയും ദാരുണ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. ഷോക്കേറ്റ് കിടന്ന അഷ്റഫിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് 18-കാരനായ അമീൻ മുഹമ്മദിന് ഷോക്കേറ്റത്. ഇരുവരെയും പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മമ്പാട് MES കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു മരിച്ച അമീൻ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തി മുൻ MLA വി ശശികുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജു സി തങ്കച്ചന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. സയന്റിഫിക് ഓഫീസർ ഇസഹാക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അഷ്റഫിന്റെ കാൽ ചെളിയിൽ പൂണ്ട് വൈദ്യുതി വേലിയിലേക്ക് മറിഞ്ഞു വീണതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. അഷ്റഫിന്റെ ചെരുപ്പ് ചെളിയിൽ താഴ്ന്ന നിലയിൽ കണ്ടെത്തിയതാണ് ഇത്തരമൊരു നിഗമനത്തിലെത്താൻ കാരണം. വൈദ്യുതി കമ്പിയിലൂടെ പ്രവഹിക്കുന്നത് ശ്രദ്ധിക്കാതെ സംഭവിച്ച അപകടമാവാമെന്നതും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അപകട കാരണം വ്യക്തമാവുകയുള്ളൂ. ഇരുവരുടെയും മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. അറിയപ്പെടുന്ന കർഷകനും ജനകീയനുമായിരുന്ന അഷ്റഫിന്റെ വേർപാട് നാടിന്റെ തീരാ നൊമ്പരമായി മാറി. പിതാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വിദ്യാർത്ഥിയായ മകന്റെ ജീവൻ കൂടി പൊലിഞ്ഞത് കുടുംബത്തിനും നാടിനും തീരാ വേദനയാണ് നൽകിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മുഹമ്മദ് അഷ്റഫിന്റെയും അമീൻ മുഹമ്മദിന്റെയും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കളപ്പാട്ടുകുഴി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. നജീബ് കാന്തപുരം MLA അഷ്റഫിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. ആലിപ്പറമ്പിൽ ഷോക്കേറ്റ് 3 പേർ ദാരുണമായി മരിച്ചത് നാടിന് തീരാ വേദനയായി മാറിയിരിക്കുകയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി,